ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ചെറിയ ഫാമിലി വ്ളോഗാണ് കേട്ടോ. ഒത്തിരി സമയമൊന്നുമില്ല, കുറച്ച് സമയമുള്ള ഒരു ഫാമിലി വ്ളോഗാണ് എടുക്കുന്നത്. പിന്നെ രാവിലെ ഇതാ നല്ല വെയിലാണ് ഇപ്പോൾ ഇവിടെ. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം തെളിയും. അല്ലെങ്കിൽ നല്ല തണുപ്പായിരുന്നു, നല്ല മഞ്ഞുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിനൊരു കുറവുണ്ട്. പക്ഷേ എത്ര നനച്ചു കൊടുത്താലും ഈ പൂച്ചെടികളൊക്കെ കണ്ടില്ലേ, ഒരു ഇതില്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. പിന്നെ ഈ റബ്ബറിൻ്റെ ഇല വീണിട്ട് എല്ലാത്തിനും നിറച്ചും റബ്ബറിൻ്റെ ഇല ഇങ്ങനെ വീണ് കിടക്കും. ഒരുപാട് പൂച്ചെടികളുണ്ടായിരുന്നു, നമുക്ക് ഒക്കെ ഇതായിപ്പോയി. ഇത് നമ്മൾ പൂപ്പിലേക്ക് പോയപ്പോൾ വാങ്ങിയതാട്ടോ ഈ ചെടിയൊക്കെ. പക്ഷേ ഇതിങ്ങനെ വാങ്ങി ഇപ്പോൾ കാണുന്ന ഈ ഒരു മാത്രമേ ഉള്ളൂ. ആ പൂവിൻ്റെ ഇതങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ചെടി തന്നെ അങ്ങോട്ട് ഇതായി പോകും. ഈ ബഡ് ചെയ്തൊക്കെ വരുന്നതല്ലേ. പിന്നെ നമുക്ക് ഒരുപാട് അലോവേര, പനിക്കൂർക്ക, അതുപോലെ പൂവാങ്കുറുന്നില, മുക്കൂറ്റി, അങ്ങനെയുള്ള എല്ലാതും ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, മറ്റേ പീസ് ലില്ലി, ഇതിനെന്തെന്ന് പറയുക, പീസ് ലില്ലി അല്ലേ, ആ വെളുത്ത ഇതുണ്ടാകുന്നത്, അതൊരുപാടുണ്ട്. ഇന്നാളിവിടെ വന്നിട്ടൊരു ആൾ അതിൻ്റെ ഒരു തൈ വാങ്ങിയിട്ട് പോയി. അവർ പറയുന്നത് കടയിലൊക്കെ വാങ്ങണമെങ്കിൽ 1000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞൊരു തണ്ടിന്. പക്ഷേ ഇതല്ല, ഇത് നമ്മുടെ അലോവേര. മറ്റേ ഇത് ഞാൻ കാണിച്ചു തന്നില്ലേ നേരത്തെ, കൊന്നയുടെ ചോട്ടിൽ ഒത്തിരി ഉണ്ട്. മക്കൾ വാങ്ങി വെച്ചതാണ് ഇങ്ങനത്തെ ഈ പിന്നെ ഇൻറ്റേർണലും പിന്നെ ഔട്ട്ഡോറും ആയിട്ടുള്ള എല്ലാ ഇങ്ങനത്തെ ചെടികൾ. ലക്കി പാമ്പ് ഒരുപാടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഇടയ്ക്ക് വന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ വാങ്ങിയിട്ട് പോകും ചെടികൾ. പിന്നെ നമ്മുടെ ഈ ഇതിൻ്റെ മറ്റേ സ്റ്റെയറിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല, പണിയുണ്ട് ഇനിയും. ഇത് കുഞ്ഞ് കളിച്ച് അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ അവൻ നിരത്തി പെറുക്കി ഇട്ടേക്കുന്നതാണ്. കുറേ നമ്മൾ പെറുക്കും, പിന്നെ അവന് അതെപ്പോഴും കളി തന്നെയല്ലേ. അമ്മ നമ്മൾ വീട്ടിൽ വാങ്ങിയ മത്തൻ്റെ വിത്താണ് ഈ നട്ട് വെച്ചിരിക്കുന്നത്. അത് അമ്മ തന്നെ നട്ടതാട്ടോ. പിന്നെ ഇത് മോള് പച്ചക്കറികൾ, എന്താ പയറും നിത്യവഴുതനങ്ങയും അങ്ങനെയുള്ള ഇതും ചീരയും എല്ലാം പാകി നട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നട്ടപ്പോൾ തന്നെ മഴയങ്ങ് വന്നു. അങ്ങനെ അതാകെ പ്രശ്നമായിട്ട് അത് നല്ല ഇതിലായി കിട്ടിയില്ല കേട്ടോ. ഇന്ന് നമുക്ക് വെള്ളപ്പമാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. തലേദിവസത്തെ മീൻ കറിയുണ്ട്, അത് വേണമെങ്കിൽ അത് കൂട്ടി തിന്നാം. പിന്നെ ഇവിടെ തേങ്ങാപ്പാൽ പഞ്ചസാര ഇട്ടിട്ട് അപ്പത്തിന് കൂട്ടി തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ കാര്യമായിട്ടുള്ള കറിയൊന്നും വെച്ചില്ല. കുഞ്ഞിനാണേലും കുറച്ച് പഞ്ചസാര ഇട്ട് പാൽ ഒഴിച്ചിട്ട് അവന് കൊടുക്കും. അവനും അത് നല്ല ഇഷ്ടമാണ്. പിന്നെ അവന് കറിയൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. ഓരോ ദിവസം ഓരോ കറികൾ എന്തെങ്കിലും മാറ്റി മാറ്റി വെച്ച് കൊടുക്കും. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് വെട്ടിയ വാഴക്കുലയാണ്, അത് പഴുക്കാൻ തുടങ്ങിയപ്പോൾ വെട്ടി വെച്ചതാണ്. ഈ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ എന്ത് സോഫ്റ്റായ അപ്പം. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മൾ സാധാ പച്ചരി ഇട്ട് വെച്ചാണ്. ഇതിൽ കണ്ടില്ലേ നമ്മുടെ നെല്ലുകുത്തരീൻ്റെ പച്ചരീൻ്റെ ഒരു കളർ, ഒരു ബ്രൗൺ കളറ്. പക്ഷേ ഇത് നമ്മൾ തലേ ദിവസത്തെ പുട്ടുണ്ടായിരുന്ന അരച്ച് ചേർത്ത് കേട്ടോ. ചെമ്പാവരി പുട്ട് ബാക്കി വന്നത് അതും കൂടെ കൂട്ടി അരച്ച് വെച്ചിരിക്കുന്നതാണ്. അതും തേങ്ങയും പഞ്ചസാരയും പിന്നെ നമ്മളുണ്ടാക്കിയ ഈസ്റ്റ്, അത് കുറച്ചാണ്. നമ്മുടെ കുഞ്ഞിന് വരെ നമ്മളിതാണ് കൊടുക്കുന്നത്. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തതാണ് ആ ഈസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പം നല്ലോണം പൊന്തി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുഞ്ഞിന് നമ്മൾ ഈ അപ്പമാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും ദോഷം അങ്ങനെ ഈസ്റ്റിന് പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മുടെ കുഞ്ഞിന് നമ്മൾ കൊടുക്കാൻ നിൽക്കുക. നമ്മൾ ആ ഈസ്റ്റിൻ്റെ വീഡിയോ ഇട്ടതിൽ ഒരുപാട് കമൻസ് വന്നായിരുന്നു, അതങ്ങനെ പാടുണ്ടോ മൈദയൊക്കെ ചേർത്തിയല്ലേ. പക്ഷേ നമ്മൾ ഒരുപാട് മൈദ ഒന്നും ചേർക്കുന്നില്ലല്ലോ. ഒരു എന്താ പറയുക, ഒരു 20 ദിവസത്തേക്കൊക്കെ 2 സ്പൂൺ മൈദ അത്ര വലിയ കാര്യമാണോ? തേനും പഞ്ചസാരയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയല്ലേ ചേരുന്നത്. രാവിലെ പെട്ടെന്ന് ഇന്ന് കുടുംബശ്രീയൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ വേഗം വേഗം നമ്മൾ പണികളൊക്കെ തീർക്കുവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് മഞ്ഞൊന്നും അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു തണുപ്പുണ്ട്. അതാണ് കേട്ടോ എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ട് നടക്കുന്നത്. അധികം എല്ലാവരും തന്നെ സ്വെറ്റർ ഉപയോഗിക്കും. ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. പിന്നെ ചിക്കനും സാമ്പാറുമായിരുന്നു. എല്ലാവരും ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇന്ന് കുടുംബശ്രീ ഉള്ള ദിവസമല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് കുടുംബശ്രീക്ക് പോകേണ്ടി വന്നു. നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ് ഇവിടെ കഴിയുകയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.